നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ട്. അത് കുറച്ച് സുവനീറും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു കേട്ടോ. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ദാ ഈ കാണുന്നതാണ് ആ പേളിൻ്റെ രൂപം. അവരുടെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ദാ ആ നേരെ കാണുന്ന ആ സംഭവം. കാരണം ആ റോഡ് മുറിച്ച് കടന്നു പോകുന്നത് അത്ര എളുപ്പമല്ല. ആ വേൾഡ് കപ്പിൻ്റെ ലോഗോ ആണത്. ബോട്ടിലുള്ള ചേട്ടൻ ഏകദേശം ഒരു സൂചനയൊക്കെ തന്നു. നമസ്കാരം. ഖത്തറിലെ ഏറ്റവും വലിയൊരു മെട്രോ സ്റ്റേഷനിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. മുഷരിഫ് മെട്രോ സ്റ്റേഷൻ. ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഒരു ഏരിയയുടെ ഭാഗമാണ്. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷൻ ഇവിടെ നോക്കുമ്പോൾ അത്ര വലുതായിട്ട് തോന്നുന്നില്ല, ശരിയല്ലേ? പിന്നെ എന്താണ് ഇതിനെ അത്ര വലിയ മെട്രോ സ്റ്റേഷൻ എന്ന് പറയാൻ കാരണം എന്നറിയോ? നമുക്കിതിൻ്റെ അകത്തേക്കൊന്ന് പോവാം. ശരിക്കും പറഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ കാണാനല്ല നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ഈ ഇടതു ഭാഗത്ത് റോഡിൽ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പടം കണ്ടോ, വരച്ചതാണെന്നാണ് തോന്നുന്നത്. നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ട്. അത് വരച്ചതായിരിക്കണം. അപ്പോൾ അതും ഞാൻ കണ്ടു കഴിഞ്ഞിട്ട് നേരെ മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇവിടെ ചുറ്റിനും എൻട്രൻസും എക്സിറ്റും ഉണ്ട്. ഒരുപാട് ഡോറുണ്ട് ഇതിൻ്റെ അകത്ത് കയറാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടാ. ഇത് നോക്കിയേ, ഇവിടെ ലൈറ്റെല്ലാം സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ? ശരിക്കും ഒരു ചിലന്തി വല പോലെയാണ് അതിൻ്റെ ഡിസൈൻ. അങ്ങനെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഇവിടെ നേരെ താഴേക്ക് ഇറങ്ങി പോകാനൊക്കെ ആയിട്ട് ലിഫ്റ്റൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ എസ്കലേറ്റർ വഴി നേരെ താഴേക്ക് പോയി എൻ്റെ മെട്രോ കാർഡ് ഒന്ന് റീചാർജ് ചെയ്യണം. അവിടെ താഴെ ആ നേരെ ഒരു 3 ഡിസ്പ്ലേ കണ്ടോ, അതാണ് മെട്രോ കാർഡ് റീചാർജ് ചെയ്യാനുള്ള മെഷീൻ. ഇവിടെ താഴേക്ക് ഏകദേശം 40 മീറ്ററോളം താഴ്ചയുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഭൂമിക്ക് അടിയിലാണ് എല്ലാം റെഡിയാക്കിയേക്കുന്നത്, ട്രെയിൻ പോകുന്നതും എല്ലാനും. എൻ്റെ കാർഡിൽ ഏകദേശം ഒരു 12-15 റിയാലോ ബാലൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും ചാർജ് ചെയ്തിട്ടേക്കാം. ഇതേ മെഷീൻ വെച്ച് തന്നെയാണ് നമുക്ക് പുതിയ കാർഡൊക്കെ എടുക്കാം കേട്ടോ. പുതിയ കാർഡ് എടുക്കാം, ടോപ്പ് അപ്പ് ചെയ്യാം. ഈ കാർഡ് ഇപ്പോൾ ഇതിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 12 റിയാലാണ് ബാലൻസ് ഉള്ളത്. ഞാനത് ഒരു 20 റിയാൽ ടോപ്പ് അപ്പ് ചെയ്യുന്നു. എൻ്റെ കയ്യിലൊരു 50 റിയാലാണ് കയ്യിലുള്ളത്. ആ റിയാൽ ഇതാ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ മെഷീൻ വലിച്ചുകൊണ്ട് പോകും. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് 30 റിയാൽ തിരികെ കൊണ്ട് തരും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇനി ആ കാർഡും എടുത്തിട്ട് നേരെ അകത്തേക്ക് പോവാം. ഞാൻ അദ്ദേഹത്തിൽ ടാപ്പ് ചെയ്തു. 2 റിയാൽ കട്ടായി. നേരെ എസ്കലേറ്ററിൽ താഴേക്ക് ഒരു നില ഇപ്പോൾ താഴേക്ക് ഇറങ്ങി. ഇതിപ്പോൾ രണ്ടാമത് വീണ്ടും ഇറങ്ങാം. ഇവിടെ ഇപ്പോൾ നേരെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു വാട്ടർ ഫൗണ്ടെയിൻ കാണാം. നല്ല ഭംഗിയായിട്ട് അതവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെയുള്ള കാഴ്ചയാണത്. ആ കാണുന്ന എസ്കലേറ്റർ വഴിയാണ് നമ്മൾ ആദ്യം ഇറങ്ങി താഴേക്ക് വന്നത്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ പോകുന്നത് ഈ യെല്ലോ കണ്ടില്ലേ, ഈ യെല്ലോയിൽ മുഷറിബിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ട് താഴെ കാണിക്കുന്ന ആ സ്റ്റേഷൻ സൂഖ് വാക്കിഫ്.
പക്ഷേ സൂക്ക് വാക്കിഫിലേക്കല്ല പോകുന്നത്, സൂക്ക് വാക്കിഫ് വഴി കോർണിഷിലേക്ക്. കോർണിഷ് ഒരു ബീച്ചാണ്. അതിന് നമ്മൾ കണ്ടില്ലേ ഗോൾഡ് ലൈനാണ് എടുക്കുന്നത്. ഗോൾഡ് ലൈനിൽ കയറിയാൽ സൂക്ക് വാക്കിഫ് വഴി കോർണിഷിലേക്ക് പോകാൻ പറ്റുള്ളൂ. ശരിക്കും കോർണിഷിലേക്ക് സെപ്പറേറ്റ് ഒരു സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ ഞാൻ സൂക്ക് വാക്കിഫ് വഴിയാണ് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. ഒരു ഭാഗത്തേക്ക് നമ്മളെത്തും. ഇതാണ് ഇവിടുത്തെ മെട്രോ ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ അകത്ത് ഇവിടെ മുഴുവനും ഭൂമിക്കടിയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഏകദേശം ഒരു 10% മാത്രമേ ഈ ട്രെയിൻ പുറം ലോകം കാണുള്ളൂ. ബാക്കിയെല്ലാം താഴെ തന്നെ. അങ്ങനെ ഞാൻ സൂക്ക് വാക്കിഫിലെ മെട്രോ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് ടാപ്പ് ചെയ്തു. 2 റിയാലിന് എവിടെ വേണമെങ്കിലും പോവാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ. ഇതിവിടെ സൈഡിൽ ഒരുപാട് പിക്ചേഴ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഖത്തറിലെ പഴയ കുറേ പിക്ചേഴ്സാണത്. ഇതാണ് സൂക്ക് വാക്കിഫ്. നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ കാണുന്നത് ഓറഞ്ച് ജ്യൂസ് കിട്ടുന്നൊരു വെൻഡിങ് മെഷീനാണ്. 10 റിയാൽ നമ്മളതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് കിട്ടും. ഇതിൽ വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇവിടെ ഒരുപാട് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പഴയ ഖത്തറിലെ ഓരോ സ്ഥലങ്ങൾ, ഇപ്പോൾ ഡെവലപ്പായ സ്ഥലങ്ങളൊക്കെയാണത്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ നമുക്ക് കാണാൻ പോകുന്ന സൂക്കാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ ഒരുപാട് ഡെവലപ്പായിട്ടാണ്. ഇതൊന്നുമല്ല, ഇതൊക്കെ പഴയ കാലത്തെയാണ്, ഒരുപാട് പഴയതാണ്. അങ്ങനെതാ അവിടെ നിന്ന് ഇറങ്ങി നേരെ സൂക്കിലേക്ക്. ഇവിടെ മെട്രോന് ഒരു ദിവസം 6 റിയാലേ ചാർജ് വരുള്ളൂ കേട്ടോ. 6 റിയാലിന് എത്ര തവണ വേണമെങ്കിലും പോകാം. 4 തവണ പോകുമ്പോൾ 8 റിയാലാവും. എന്നാലും 2 റിയാൽ റീഫണ്ട് കയറും നമുക്ക്. ഈ കാണുന്നതാണ് സൂക്ക് വാക്കിഫ്. അത് മെയിൻ റോഡാണ്. അവിടെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഗോൾഡിൻ്റെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ ഈ സൈഡിൽ കാണുന്നതെല്ലാമേ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. ഇപ്പോൾ അത് ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ കരുതി വെച്ചോ, നമുക്കിത് വീണ്ടും കാണാം. പിന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് പറയാം കേട്ടോ, ഈ സ്ഥലത്തിനെ പറ്റി, സൂക്ക് വാക്കിഫിനെ പറ്റി. നമ്മളുടെ ഇപ്പോഴത്തെ ടാർഗറ്റ് സൂക്കല്ല, കോർണിഷാണ്. ഞാനിപ്പോൾ അത് കാരണം കോർണിഷിലേക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഇന്ന് കൂടുതലും മെട്രോയും നടന്നും തന്നെയാണ് യാത്ര. എന്തായാലും പോകുന്ന വഴിതാ ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നതെല്ലാം റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ഖത്തറിലെ കുറച്ച് സുവനീറും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു കേട്ടോ. വിലയൊന്നും ചോദിക്കാൻ നിന്നില്ല. ഇവിടെ ഇവർ എല്ലാം റെഡിയാക്കുന്നുണ്ട് ഹോട്ടലിൻ്റെ ഒക്കെ. ആ ചേട്ടന്മാരവിടെ മേളിൽ കയറുന്ന കണ്ടില്ലേ. ഈവനിങ് ആണ് ഇവിടെ, അടിപൊളി. ഇതാ ഇവിടെയുമുണ്ട് സുവനീറും അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം വിൽക്കുന്നൊരു ഷോപ്പ്. ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതും ആ മുകളിൽ എനിക്ക് തോന്നുന്നു അതും റെസ്റ്റോറൻറ്റ് തന്നെ ആയിരിക്കണം.
താഴെ ഒരുപാട് തുണികളും എനിക്ക് തോന്നുന്നു കാർപ്പറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെയാണെന്ന് തോന്നുന്നത്. ഇതാ അങ്ങനെ ഇപ്പോൾ ആ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതെത്തുന്നതിന് മുമ്പ് ഇവിടെ വേറൊരു സംഭവം ഞാൻ കണ്ടു. പെട്ടെന്നാണ് അതെൻ്റെ കണ്ണിൽ പെട്ടത്. ശരിക്കും ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ. ഒരുപാട് പ്രാവുകളുണ്ട് ഇവിടെ, കണ്ടോ. ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ട് പ്രാവിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കിണർ പോലെ, താഴ്ചയൊന്നുമില്ല എന്ന് തോന്നുന്നു, പക്ഷെ നല്ല ഭംഗിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ പ്രാവെല്ലാം വന്ന് വെള്ളം കുടിക്കുന്നു. ഇത് കണ്ടില്ലേ, നല്ലൊരു വ്യൂ കിട്ടി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടത്. ഇവന്മാരിങ്ങനെ കറങ്ങി നടക്കുന്നു ഇവിടെ. കറക്റ്റ് ക്യാമറയുടെ മുമ്പിൽ തന്നെ കിട്ടി. ഇവിടെ ഇങ്ങനെ പ്രാവൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാനിവിടെ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല, നേരെ കോർണിഷിലേക്ക് അങ്ങ് നടക്കുക. കോർണിഷിൽ നടക്കാൻ വേറെ ദൂരമൊന്നുമില്ല. അതാ ഈ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ സ്റ്റാർട്ടിങ് ഇതിൻ്റെ. ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വലിയ കുഴപ്പമില്ല, പക്ഷേ തൊട്ടപ്പുറം ഒരു റോഡുണ്ട്. ആ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കണം. ആ ഒരു റോഡ് ക്രോസ് ചെയ്ത്, ചെറിയ റോഡാണത്, അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിലെ നടന്ന് വീണ്ടും മെയിൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോർണിഷിലെത്തും. ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കണ്ടില്ല അവിടെ. അടുത്തതായിട്ട് ഞാൻ പോകുന്നത് ഖത്തറിൽ എവിടെയും കേൾക്കുന്ന ഒരു പേരാ, പേൾ എന്ന് പറഞ്ഞിട്ട്. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഒരു സംഭവം പിടികിട്ടിയത്. ഖത്തറിൽ പേളിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 1939 എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അതായത് പെട്രോളിയം ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഖത്തറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമായിരുന്നു പേളിങ്. അതായത് ചിപ്പിക്കുള്ളിൽ മുത്തിരിക്കില്ലേ, ആ സംഭവം. അത് ഇവർ കടലിലേക്ക് പോയിട്ട് ഒരുപാട് 100 അടിയോ അത്രയൊക്കെ താഴ്ചയിലൊക്കെയാണെന്ന് തോന്നുന്നു, അതിൽ മുങ്ങി അത് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് അതാണ് വിറ്റിരുന്നത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആയിരുന്നു അതിന്. അപ്പോൾ ഈ കാണുന്നതാണ് ആ പേളിൻ്റെ രൂപം. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇവിടെ ബീച്ചിൻ്റെ സൈഡിലായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര അപകടം പിടിച്ചൊരു പരിപാടിയായിരുന്നു അത്. അന്നത്തെ കാലത്തൊക്കെ അത് എടുക്കണമെങ്കിലേ ചെറിയൊരു കാര്യമൊന്നല്ല. ഏകദേശം ഒരു 500, 100, 1000 അത്രയൊക്കെ ചിപ്പി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ചുരുക്കം നല്ല പേളുകളൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതിനോട് ചേർന്ന് തന്നെ ടൂറിസ്റ്റുകൾക്കെല്ലാം യാത്ര ചെയ്യാൻ പറ്റുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഇത് എല്ലാം ഒരേ ഷേപ്പിൽ തന്നെയാണ്. അതായത് ആ ഒരു പഴയ ഒരു എന്താ പറയുക, പഴയ രീതിയിൽ തന്നെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്തേക്കുന്ന ബോട്ടുകളാണ് ഇതെല്ലാം. മോഡേൺ രീതിയിലുള്ള ബോട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഞാനിപ്പോൾ ഈ ഭാഗത്തൊന്നും ഞാൻ എവിടെയും കണ്ടില്ല കേട്ടോ. അതുണ്ട്, അത് ഈ ഒരു കോർണിഷിൻ്റെ വേറൊരു ഭാഗത്താണ്. ഞാൻ എന്തായാലും അതിലെ അങ്ങ് നടന്ന്, ശരിക്കും ഞാനിപ്പോൾ അങ്ങ് അറ്റം വരെ നടക്കാനായിട്ട് തീരുമാനിച്ചേക്കാണ്. കാരണം കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞാലേ ഇവിടെ ഒരു ഭംഗി വരുള്ളൂ. ഇവിടെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, ബോട്ടിലേക്ക് കയറാനുള്ള ആ ഒരു പാലം പോലത്തെ സംഭവമൊക്കെയാണ് അവർ വെച്ചേക്കുന്നത്.
കുറച്ചുകൂടി ഇരുട്ടായി കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ആ ബോട്ടിലൊന്ന് കയറാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാലേ ഈ കോർണിഷിൻ്റെ ഈ സൈഡിൽ ഒരുപാട് ശില്പങ്ങളും കാര്യങ്ങളല്ലാണ്ട് ഞാൻ കരുതിയത് അതെല്ലാം വെറുതെ വെച്ചേക്കുന്നതെന്ന. പക്ഷെ എല്ലാത്തിനും ആ ഒരു മീനിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ഉണ്ട് ഈ കോർണിഷ് എന്ന് പറയുന്നത്. ഇതിലെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, കാറുകളും എല്ലാം പോകുന്ന മെയിൻ റോഡാണ്. അതിനോട് ചേർന്ന് തന്നെ സൈക്കിൾ ട്രാക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. വൈകുന്നേരങ്ങളിലെല്ലാം ഇവിടെ നടക്കാൻ വരുന്നത് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊന്നുമല്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ നല്ല തിരക്ക് വരും ഇവിടെ. ഖത്തറിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ രാത്രി വരണം. ഇവിടെ അറ്റം വരെയും ഇതിനോട് ചേർന്ന് തന്നെ ഒരുപാട് ബോട്ടുകളെല്ലാം ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇലക്ട്രിക് സൈക്കിളാണ്. ഇത് നമുക്കെടുത്തിട്ട് പോകാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിന് മാത്രം ദൂരമുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ തിരിച്ച് വരെയും വേണം. ഈ ബിൽഡിങ് ഞാൻ കാണിക്കുന്നത് അങ്ങ് അറ്റത്ത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ, ഇനി ഇത് അടുത്തടുത്ത് വരും. കാരണം ആ ഭാഗത്തേക്കാണ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. എത്രത്തോളം എത്താൻ പറ്റുന്ന അറിയില്ല, എന്നാലും എത്താം. ഇവിടെ ചൂണ്ടയിടാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. ഞാൻ കരുതിയത് ആകെ 1-2 പേരൊക്കെ ആ ഭാഗത്തുള്ളൂ എന്നാണ്. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് ഇങ്ങ് നടന്നു വന്നപ്പോൾ ഒരുപാട് പേര്, അതായത് അറ്റം വരെയുണ്ട്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു രൂപം, അതായത് ഒരു ശില്പമുണ്ട് ഇവിടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഖത്തറിലെ പഴയ തലമുറയിലുള്ള സ്ത്രീകൾ അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് എന്താ പറയുക, അവരെ ഒരു ആദരിക്കുന്നതിൻ്റെ ഒരു രീതിയിൽ ഒരു രൂപം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞില്ലേ, ആ പേളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആ ചിപ്പിക്കുള്ളിൽ പേളിരിക്കുന്നത്. അതായത് ഇവിടുത്തെ പ്രധാന വരുമാനമായിരുന്നു ആ പേൾ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊരു ജോലിയായിരുന്നു ഇവിടെ. അപ്പോൾ അങ്ങനെ നാവികരും ഈ മുങ്ങൽ വിദഗ്ധരൊക്കെ അതിന് പോകുമ്പോൾ അവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുന്ന പഴയ തലമുറയിലുള്ള സ്ത്രീകൾ, അവരുടെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ആ നേരെ കാണുന്ന ആ സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഭവം. ഇതൊക്കെ ഇങ്ങനെ വെറുതെ വെച്ചേക്കുന്നതല്ല. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇതെല്ലാം വെറുതെ വെച്ചേക്കുന്നതാണെന്നാണ് കരുതിയത്. പക്ഷേ ഇതിൻ്റെ പുറകിലൊക്കെ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ടെന്ന് പിന്നീടാണ് അറിഞ്ഞത്. അവിടെ എത്തുന്നതിന് മുമ്പ് ഇവിടെ ഇടതുഭാഗത്തായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്താ, റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സംഭവമാണ്. താഴെ കൂടി ഇതിലേ ഇറങ്ങിയിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോകാൻ പറ്റും എന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും പോയിട്ടില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ എളുപ്പത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ആ റോഡ് മുറിച്ച് കടന്നു പോകുന്നത് അത്ര എളുപ്പമല്ല. കണ്ടില്ലേ, നല്ല ഭംഗിയിലെല്ലാം ചെയ്ത് അതിലെ ഇറങ്ങി അങ്ങ് ക്രോസ് ചെയ്തൊക്കെ പോവാം. അത് എവിടേക്ക് എത്തും എന്നെനിക്കറിയില്ല. ഇതുപോലെ തന്നെ ചിലപ്പോൾ അപ്പുറം ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും. ഒരുപാടായിട്ടാണ് നടക്കുന്നത്, ഒരുപാട് ദൂരമുണ്ട്. ഇത് വിചാരിച്ച പോലെ അല്ല. ഇത് കണ്ടില്ലേ, ഇവിടെയെല്ലാം നമ്മൾ ഈ നടക്കുന്ന വഴിയിലെല്ലാം മരത്തിൻ്റെയാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കിൻ്റെ ആ സ്കൂട്ടർ കാര്യങ്ങളെല്ലാം, സൈക്കിള് അത് തന്നെ, അതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പല പല സ്ഥലങ്ങളിലായിട്ട് ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സെപ്പറേറ്റ് ഇതിൽ മാത്രമല്ല, അത്യാവശ്യം എല്ലായിടത്തും ഇത് ഉണ്ട്. എല്ലാ വർഷവും ഡിസംബർ 18-ാം തീയതി, അതായത് നാഷണൽ ഡേയുടെ അന്ന്, ഈ കോർണിഷ് റോഡിൽ ആർമിയുടെയും മറ്റും പരേഡ് ഉണ്ടാവും, നമ്മളുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ. അപ്പോൾ ആ കാണുന്ന സ്ഥലത്താണ് ഖത്തർ അമീറും, അതായത് രാജാവും മറ്റു VIP എല്ലാം ഇരിക്കുന്നത്. ഇവിടെ പറഞ്ഞു കേട്ടത് അന്ന് ഒരു ദിവസം മാത്രമാണ്
ആ ഗാലറി ഓപ്പൺ ചെയ്യുന്നത് എന്നാണ്. അവിടെ വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ആ ദൂരെ കണ്ട 2022 വേൾഡ് കപ്പ് നടന്നില്ലേ, ആ വേൾഡ് കപ്പിൻ്റെ ലോഗോ ആണത്. ആ വേൾഡ് കപ്പ് നടന്നതോട് കൂടിയാണ് കേട്ടോ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളെല്ലാം അതിന് ആ ടൈമിൽ എന്തോ ചെയ്തതാണെന്നാണ് അറിഞ്ഞത്. ഇത് സംഭവം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സ്റ്റീലിലാണ് ചെയ്തേക്കുന്നത്. 7.5 മീറ്റർ എന്തോ ഉയരമുണ്ടെന്നാണ് പറയുന്നതിന്. ഇതെന്താണെന്ന് ഡീറ്റെയിൽസ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റ് എല്ലാം ഇട്ടിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ നമ്മളുടെ വീഡിയോ കഴിഞ്ഞിട്ടില്ല. കോർണിഷിൻ്റെ രാത്രിയിലുള്ള കുറേ കാഴ്ചകൾ അത് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. എന്താ നമുക്കിപ്പോൾ ഈ ബോട്ടിലുള്ള ചേട്ടൻ ഏകദേശം ഒരു സൂചനയൊക്കെ തന്നു. ലൈറ്റൊക്കെ ആൾ ഓണാക്കി. ഇനി അങ്ങോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ അത് കാണാം.